വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 3rd ഓഗസ്റ്റ് 2023 നടന്ന SSC CHSL എക്സാമിൻ്റെ ഷിഫ്റ്റ് 1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള വേർഡ് സംട്വസ് ആണ്. സംട്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാടുള്ളത് എന്നുള്ളതാണ് മീനിങ് വരുന്നത്, അല്ലെങ്കിൽ എക്സ്പെൻസീവ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ് വരിക. അൺറിമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ലൂക്രേറ്റീവ് പ്രോഫിറ്റബിൾ ആണ്. ഡിലക്റ്റബിൾ എന്ന് പറയുമ്പോൾ സംതിങ് വിച്ച് ഇസ് വെരി അട്രാക്റ്റീവ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മീനിങ്ഫുൾ ആൻഡ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു ബ്ലാങ്ക് തന്നിട്ടുണ്ട്, അതിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആൻസറാണ് നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്തെടുക്കേണ്ടത്. The chief guest is dash to arrive at the venue within half an hour. അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ ചീഫ് ഗസ്റ്റ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് അവിടെ മീനിങ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേർഡ് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, എക്സ്പെക്റ്റഡ് ആണ്. എക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കുക എന്നുള്ളതാണ് വരുന്നത്. ബാക്കി രണ്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the most appropriate option that can substitute the underlined segment in the given sentence. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് എറർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതിന് പകരം പറ്റിയ റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പീറ്റർ വാസ് ബ്രോട്ട് ഇൻ ദ പെനൽറ്റി ഏരിയ. അപ്പോൾ പീറ്ററിനെ പെനൽറ്റി ഏരിയയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് വരുന്നത്. അതിൻ്റെ കറക്റ്റ് യൂസേജ് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, വാസ് ബ്രോട്ട് ഡൗൺ ഇൻ ദ. അതാണ് കറക്റ്റ് വരുന്നത്. ബ്രോട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ ഡിഫീറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയണത് വാസ് ബ്രോട്ട് ഡൗൺ ഇൻ ദ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ എറർ ഇൻ ദ യൂസ് ഓഫ് പ്രപ്പോസിഷൻ ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ സെൻറ്റൻസിൽ തന്നിട്ടുള്ള പ്രപ്പോസിഷൻ എറർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രപ്പോസിഷനാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. രാധിക ഇസ് നോട്ട് കേപ്പബിൾ ഓൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ. അതിൽ നമ്മൾ കേപ്പബിളിൻ്റെ കൂടെ ഓഫ് ആണ് യൂസ് ചെയ്യുക, ഓൺ അല്ല. അതൊരു ഫിക്സ്ഡ് പ്രപ്പോസിഷനാണ്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓഫ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ദേ ക്യാൻസൽ ദ മീറ്റിംഗ് ഡ്യൂ ടു ബാഡ് വെതർ. അപ്പോൾ ദേ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് മീറ്റിംഗ് ആണ്, ക്യാൻസലിലാണ് നമ്മുടെ വർക്ക് വരിക. അപ്പോൾ ദേ എന്നുള്ളത് ബൈ അസ് എന്നുള്ളതാവും, ദ മീറ്റിംഗ് നമ്മുടെ സബ്ജക്റ്റായിട്ട് വരും. പിന്നെ ക്യാൻസൽഡാണ് തന്നിരിക്കണം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വാസ് ക്യാൻസൽഡ് എന്നുള്ള വരണം. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, ദ മീറ്റിംഗ് വാസ് ക്യാൻസൽഡ് ഡ്യൂ ടു ബാഡ് വെതർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. അപ്പോൾ നമുക്ക് പാസീവ് വോയിസിലാണ് ഈ സെൻറ്റൻസ് തന്നിട്ടുള്ളത്, അത് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ദ മേസൺ വിത്തിൻ എ ഷോർട്ട് ടൈം. അപ്പോൾ ദ വർക്ക് എന്നുള്ളതാണ് ഇതിൽ സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്, ബൈ ദ മേസൺ ആണ് നമ്മുടെ ഒബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റ് നമ്മുടെ സബ്ജക്റ്റ് ആവും. അപ്പോൾ ദ മേസൺ എന്നുള്ളത് ഫസ്റ്റ് വരണം, ദ വർക്കാണ് നമ്മുടെ ഒബ്ജക്റ്റായിട്ട് മാറുന്നത്. പിന്നെ വിൽ ബി ഫിനിഷ്ഡ്, വില്ലാണ് നമ്മൾ പാസീവിൽ മാറ്റുമ്പോൾ വിൽ ബി ആവുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, ദ മേസൺ വിൽ ഫിനിഷ് ദ വർക്ക് വിത്തിൻ എ ഷോർട്ട് ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയത്തിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് മെമ്മറി ലൈക്ക് സീവ് എന്നാണ്. സീവ് എന്ന് പറഞ്ഞാൽ അരിപ്പ എന്നുള്ളതാണല്ലോ. അരിപ്പ പോലത്തെ മെമ്മറി എന്ന് പറയുകയാണെങ്കിൽ തന്നെ പുവർ മെമ്മറി എന്നാണല്ലോ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, പുവർ മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ വേർഡ്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനെ പറ്റിയ കറക്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. ഹീ വിൽ ബി ലുക്കിംഗ് ആസ് ഇഫ് ഹീ ഹാസ് നോട്ട് സ്ലെപ്റ്റ്.
അപ്പോൾ അയാളെന്നെ കണ്ടാൽ ഉറങ്ങാത്ത പോലെ തോന്നുന്നുണ്ടെന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ പ്രസൻ്റ് ആയിട്ടേ വരാൻ പാടുള്ളൂ. അവിടെ ING ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഹീ ലുക്സ് ആസ് ഇഫ് ഹീ ഹാസ് നോട്ട് സ്ലെപ്റ്റ് ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മെഡിക്കൽ ടെർമിനോളജി ഇസ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ടേംസ് ആണ്. ഓരോ ഫീൽഡ്, ഇപ്പോൾ സയൻസ്, ആർട്ട്, അതിൻ്റെയൊക്കെ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസിനാണ് നമ്മൾ ടെർമിനോളജി പറയുന്നത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് ഓപ്ഷൻ സി ആണ്. TERMINOLOGY ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. എ പേഴ്സൺ ഹൂ ലവ്സ് ആൻഡ് കളക്ട്സ് ബുക്ക്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബിബ്ലിയോഫൈലാണ്. എ ആണ് ആൻസർ വരിക. എനിത്തിങ് റിലേറ്റഡ് ടു ബുക്ക്, അത് ബിബ്ലി എന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ബിബ്ലിയോഫൈലാണ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലവർ ഓഫ് മാൻകൈൻഡ് ആണ് വരുന്നത്. ജിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ജിയോളജി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എർത്തിനെ പറ്റി പഠിക്കുന്ന ആളിനെയാണ് നമ്മൾ ജിയോളജിസ്റ്റ് പറയുന്നത്. സോമിലിയർ എന്ന് പറയുന്നത് എ വെയിറ്റർ ഹൂ സെർവ്സ് വൈൻ ഇൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അമച്വർ ആണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. അമച്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഹോബിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് എക്സ്പേർട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണ്. ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രൊഫഷണൽ ആണ് വരിക. ലേമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ മാൻ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഡിവോട്ടി ഭക്തനാണ്. ഹോബീസ് എന്ന് പറയുമ്പോൾ അമച്വറും ഹോബീസ്റ്റും സിമിലർ മീനിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കോണ്ടെക്സ്റ്റിന് പറ്റിയൊരു ഇഡിയമാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ദ കാൻഡിഡേറ്റ് ബ്ലെയിം ദ പെർസിസ്റ്റൻറ്റ് ട്രാഫിക് ജാം ആസ് റീസൺ ഓഫ് ഹിസ് ബീയിങ് late and the interviewer believed him though he was not convinced. അപ്പോൾ കാൻഡിഡേറ്റ് ട്രാഫിക് ബ്ലോക്കിനെയാണ് ബ്ലെയിം ചെയ്തത് ലേറ്റ് ആയതിന്. പക്ഷേ ഇൻ്റർവ്യൂവർ തൽക്കാലത്തേക്ക് അത് വിശ്വസിച്ചു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് യൂസേജ് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഗേവ് ദ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം വന്നിട്ടില്ല, എന്നാലും നമ്മൾ അയാൾ പറയണ വിശ്വസിക്കുക. അതിനാണ് ഗേവ് ദ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് വരുന്നത്. ചേഞ്ച് ഹിസ് ട്യൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണതിനാണ് ചേഞ്ച് ഹിസ് ട്യൂൺ പറയുന്നത്. ദോ എയർ ഇസ് ഹ്യൂമൻ ആൻഡ് ടു ഫോർഗിവ് ഇസ് ഡിവൈൻ. അപ്പോൾ അതിന് മീനിങ് വരുന്നത് ഹ്യൂമൻസ് മിസ്റ്റേക്സ് ചെയ്യും എന്നുള്ളത് ഉറപ്പല്ലേ. അപ്പോൾ ഹ്യൂമൻസ് പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഹ്യൂമൻസ് മിസ്റ്റേക്സ് ചെയ്യുന്ന ഉറപ്പാണ്. അതാണ് സീൻ്റെ മീനിങ് വരുന്നത്. ഡിഡ് നോട്ട് ജഡ്ജ് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അപ്പോൾ നമ്മൾ പുറമേ എന്തോ കണ്ടിട്ട് ആളെ ജഡ്ജ് ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്ന വേർഡിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കേവ്സ് ലൈക്ക് അജന്ത ലൈ ഇൻ പെർപെച്വൽ ഡാർക്ക്നെസ്. പെർപെച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായത് എന്നുള്ളതാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് അവിടെ ഓപ്ഷൻ എ ആണ്. പെർമനൻ്റ് ആണ് വരിക. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കംപ്ലൈ എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള വാക്ക്. കംപ്ലൈ എന്ന് പറഞ്ഞാൽ അനുസരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് നിഷേധിക്കലാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഡിനൈ ആണ് വരിക. ബാക്കി എല്ലാതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. എൻഗേജ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉൾപ്പെടുക, അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 4 parts. One of them contains an error. Select the part that contains the error ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പം നമുക്കൊരു സെൻറ്റൻസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലേതൊരു പാർട്ടിൽ എറർ ഉണ്ട്. ആ എറർ എവിടെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദ സൺ റിവോൾവ്സ് അറൗണ്ട് എ എർത്ത്. അതിൽ എ എർത്ത് എന്നുള്ള ഭാഗത്താണ് നമുക്ക് എറർ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്.
നമ്മളെപ്പോഴും സെലസ്റ്റിയൽ ബോഡീസിനെ ദ വെച്ചിട്ടേ പറയാൻ പാടുള്ളൂ. ദ സൺ, ദ മൂൺ, ദ എർത്ത്, ദ മാർസ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതൊരിക്കലും എർത്ത് എന്ന് അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സെൻറ്റൻസുകൾ ജമ്പിൾ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ കറക്റ്റ് ഓർഡർ ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 4 സെൻറ്റൻസുകൾ വെച്ച് നോക്കുമ്പോൾ ദ റീസെൻറ്റ് പൊളിറ്റിക്കൽ ഇൻസിഡൻറ്റ് ബിറ്റ്വീൻ ദ 2 കൺട്രീസ് അങ്ങനെയാണ് കുറച്ചും കൂടി നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ CA ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ CA ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ D ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ബിയും ഡിയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. വിൽ ഇൻഎവിറ്റബിളി കൗണ്ട് എഗെയിൻസ്റ്റ് ദ പീസ് പ്രോസസ്സ്. അപ്പോൾ അതും ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ D ആണ്, CABD ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെ ജമ്പിൾ ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ഓർഡർ ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ഓർ ബ്രേവ് മാൻ ടു ടേക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് വേറെ ഏതെങ്കിലും വേർഡ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഫോർ എ വെൽ എഡ്യൂക്കേറ്റഡ് ഇൻ്റലക്ച്വൽ ഓർ ബ്രേവ് മാൻ എന്നുള്ളത് വരണ്ടേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സിയും എയും ഒരുമിച്ച് വരുന്നൊരു ഓപ്ഷൻ ആയിരിക്കണം നമുക്ക് വരേണ്ടത്. അപ്പോൾ CAയും ഒരുമിച്ച് വരുന്നത് ബിയിലും ഉണ്ട് ഡിയിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഇനി നോക്കേണ്ടത് ഇതിന് പറ്റിയൊരു പെയറാണ്. സിൻ്റെ കൂടെ ഏത് പെയർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ D ആണ്. ഇറ്റ് ഈസ് ഫിസിക്കലി ഇമ്പോസിബിൾ ഫോർ എ വെൽ എഡ്യൂക്കേറ്റഡ് ഇൻ്റലക്ച്വൽ ഓർ ബ്രേവ് മാൻ ടു മേക്ക് മണി ദ ചീഫ് ഒബ്ജക്റ്റ് ഓഫ് ഹിസ് തോട്ട്സ്. അങ്ങനെ ആകുമ്പോൾ അതിൽ എറർ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ B ആണ്, DCAB ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the most appropriate option that can substitute the underlined segment in the given sentence. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. മഹേഷ് ആറ്റിറ്റ്യൂഡ് അനോയ്ഡ് മീ ആൻഡ് ഐ ബ്ലൂ ഇൻ ടു. അവിടെ നമ്മൾ അനോയ് ചെയ്തു, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു എന്നുള്ളതാണ് അവിടെ മീനിങ് വരേണ്ടത്. അതൊരു ഫ്രേസൽ വെർബാണ്. ബ്ലൂ അപ്പ് എന്നുള്ളതാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക എന്നുള്ള വാക്കിൻ്റെ ഫ്രേസൽ വെർബ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ഓപ്ഷൻ D ആണ്, അനോയ്ഡ് മീ ആൻഡ് ഐ ബ്ലൂ അപ്പ്. ബ്ലൂ ഇൻ ടു എന്ന് പറയുമ്പോൾ അതിലേക്ക് ഊതുക എന്നുള്ള മീനിങ് മാത്രമേ വരുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ വേർഡ് പെർവേസീവ് ഫ്രം ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ പെർവേസീവ് എന്ന വേർഡിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡ് തന്നിട്ടുണ്ട്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. The scientist's hypothesis was substantiated by extensive research and experimentation. പെർവേസീവിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ വ്യാപകമായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വേണ്ടത് ഓപ്ഷൻ A ആണ്, എക്സ്റ്റെൻസീവ് ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഹോമോഫോൺ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഹോമോഫോൺസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ സിമിലർ ആണ്, പക്ഷെ അതിൻ്റെ വേർഡ്സും അതുപോലെ മീനിങ്ങും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ദ ഡോഗ് ടുക്ക് എ ഡാഷ് ഡ്യൂറിങ് ഹിസ് വാക്ക് ആൻഡ് ലിഫ്റ്റഡ് ഹിസ് ഡാഷ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഹി വാസ് ടയേർഡ്. അപ്പോൾ ഡോഗ് കുറച്ച് നേരത്തേക്ക് നിന്നു എന്നുള്ളതല്ലേ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാക്ക് വരേണ്ടത് PAUSE ആണ്. പിന്നെ ലിഫ്റ്റഡ് ഹിസ് പോസ് ആണ്, PAW, കാൽപാദം എന്നുള്ളതാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പാസേജ് ആണ്. ഇതിൽ കുറേ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലാങ്ക്സിന് പറ്റിയ ആൻസേഴ്സ് ആണ് നമുക്ക് ഓപ്ഷൻസിന് ചൂസ് ചെയ്തെടുക്കേണ്ടത്. I have few deliberations for you. Don't leave your hard work to dash. അപ്പോൾ ഹാർഡ് വർക്ക് ചുമ്മാ നമ്മളിങ്ങനെ ഓർത്ത് വയ്ക്കുക മാത്രം ചെയ്യരുതെന്നുള്ളതല്ലേ അവിടെ വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വേർഡ് വരേണ്ടത് ഓപ്ഷൻ C ആണ്, മെമ്മറി ആണ്. കാരണം ഈ പാസേജിലും ഫുള്ള് പറഞ്ഞിരിക്കുന്നത് നമ്മളിത് നോട്ടാക്കി വെക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡയറി നോട്ട്സ് എന്നുള്ളതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. If you have gone to the effort to complete a dialogue, dash fritter away all the meaning you created by trusting your memories. അപ്പോൾ അവിടെ ഡോണ്ട് എന്നുള്ളതാണ് അവിടെ വാക്ക് വരേണ്ടത്. യു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ ഡസ് നോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പാസ്റ്റും അല്ല, അതുകൊണ്ട് ഡിഡ് നോട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ C ആണ്, ഡു നോട്ട് ആണ് വരിക.
നെക്സ്റ്റ് വൺ, റൈറ്റ് ഡൗൺ ദ ഡാഷ് ഓഫ് കൺക്ലൂഷൻസ്, ഡിസിഷൻസ് ആൻഡ് അസൈൻമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണല്ലോ നമ്മൾ എഴുതി വെക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വേണ്ടത് ഓപ്ഷൻ സി ആണ്. ഡീറ്റെയിൽസ് ആണ് വരിക, അതായത് ടൈറ്റിൽസ് അല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് വൺ, റിമെമ്പർ ടു റെക്കോർഡ് ഡാഷ് ഡസ് വാട്ട് ബൈ വെൻ. അപ്പോൾ അവിടെ വരേണ്ടത് ആര് എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു എന്നുള്ളതല്ലേ. അപ്പോൾ അവിടെ ഡസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഹൂ എന്നുള്ളതാണ് വരേണ്ടത്. നമ്മുടെ ആൻസർ അപ്പോൾ വരിക ഓപ്ഷൻ ബി ആണ്, ഹൂ ആണ്. വിച്ച് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒബ്ജക്റ്റിനെ യൂസ് ചെയ്യുന്നതാണല്ലോ. ഡസ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അത് ആളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഹൂ വരണം. റീവിസിറ്റ് യുവർ നോട്ട്സ് അറ്റ് കീ ടൈംസ് ആൻഡ് ഡാഷ് അസൈൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾക്കിനി അത് ഓർത്ത് വെക്കണമെങ്കിൽ അത് റീവിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളത് റിവ്യൂ ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വേണ്ടത് ഓപ്ഷൻ ഡി ആണ്. സ്പെക്കുലേറ്റ് എന്നുള്ള പറയുമ്പോൾ ഊഹിക്കുക എന്നുള്ളത്. അവിടെ ഊഹിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിവ്യൂ ചെയ്യുമ്പോഴാണ് നമുക്കത് ഓർമ്മ നിൽക്കുള്ളൂ. ഒബ്ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അനാലിസിസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയോളജീസിന് തന്നെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുക, അതിനാണ് ഇൻട്രോസ്പെക്റ്റ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, റിവ്യൂ ആണ് വരിക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.